അസ്സലാമു അലൈക്കും. കവിതയിലെ പ്രവാചകൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ സംസാരിക്കാൻ പോകുന്നത്. പ്രവാചകന് കവിതയോട് വലിയ താല്പര്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ചരിത്രത്തിനെതിരാവുകയില്ല. കാരണം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ കവികൾക്ക് പ്രത്യേകമായി മദീനയുടെ പള്ളിയിൽ മെമ്പർ ഒരുക്കിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്ഹ് പാടാൻ വേണ്ടി വേദി ഒരുക്കി കൊടുത്തിരുന്നു. അത്രമാത്രം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കവിതകൾക്കും ഷിആറുകൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നാൽ അതിനപ്പുറം ഇംറുൽ കൈസിനെ പോലെ ഹബീബായ തങ്ങൾ ജനിക്കുന്ന വെറും 30 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ഇംറുൽ കൈസിനെ പോലെയുള്ള വലിയ കവികളെ കുറിച്ച് അവർക്ക് ഈ ദുനിയാവിൽ അവർ വലിയ മാന്യന്മാരാണെന്നും അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ നിന്ദ്യന്മാരാണെന്നൊക്കെ ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കവിതയുടെ നല്ല ഉപയോഗവും ചീത്ത ഉപയോഗത്തെയും തുറിച്ചു കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിക്കുന്നത് ഷാഇറുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അതായത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രിയപ്പെട്ട പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കവി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു സത്യത്തിൽ 120 വർഷക്കാലത്തോളം അദ്ദേഹം ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ 60 വർഷക്കാലം അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ, അതായത് ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിനെ വിശേഷിപ്പിക്കുന്നതാണ് ജാഹിലിയ കാലഘട്ടം എന്നത്. ഈ ജാഹിലിയ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ 60 വർഷക്കാലം അദ്ദേഹം ചെലവഴിച്ചത്. പിന്നീട് 60ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നതും ഇസ്ലാമിലേക്ക് ആകൃഷ്ടനായി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതും. ഇസ്ലാമിൽ വന്നതിന് ശേഷം അദ്ദേഹം ഹബീബായ തങ്ങളെ കുറിച്ച് ഒരുപാട് മദ്ഹുകൾ പറയുന്നുണ്ട്. അതിൽ ലോക പ്രശസ്തമായ ഒരു വരിയുണ്ട്, എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ ഒരു വരിയുണ്ട്. അതിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, നബിയെ, അങ്ങേക്കാൾ സൗന്ദര്യമുള്ള, അങ്ങേക്കാൾ നല്ല ഒന്നിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല നബിയെ. അങ്ങേക്കാൾ ഇഷ്ടം, സ്നേഹം തോന്നുന്ന, അങ്ങേക്കാൾ സൗന്ദര്യമുള്ള ഒരു കുട്ടിയെയും ഈ ലോകത്തെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല നബിയെ എന്ന് പറഞ്ഞു വെക്കുന്ന വളരെ അർത്ഥവത്തായ, എന്നാൽ ഹബീബായ തങ്ങളുടെ സ്നേഹത്തിന്റെ അങ്ങേ അറ്റം അദ്ദേഹം അതിലൂടെ തുറന്നു കാണിക്കുന്നുണ്ട്. അത്രയും നല്ല കവിതകൾ രചിച്ച ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു കാലത്ത് അങ്ങാടിയിൽ പോയി ആ നാട്ടിലുള്ള ഗോത്ര തലവന്മാരെ കുറിച്ച് നല്ലത് പാടി ആ ഗോത്ര തലവന്മാരെ അവരുടെ മനസ്സിൽ നല്ലൊരു കാര്യം തോന്നിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്നും അവരുടെ കീശയിലുള്ള പണങ്ങൾ സമ്പാദിക്കുന്ന, അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിലൊക്കെ പാട്ടുപാടി പണം പിരിച്ചെടുത്തിരുന്ന ഒരു കവി കൂടിയായിരുന്നു അദ്ദേഹം. അവിടെ നിന്നും അദ്ദേഹം ലോകത്തെ ഏറ്റവും നല്ല മാദിഹായി അദ്ദേഹം മാറുന്നുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെയാണ് നമുക്ക് കഅബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നത്. കഅബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വലിയ ഒരു മാദിഹായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അദ്ദേഹത്തിന്റെ വർണ്ണനകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അത്രത്തോളം വലിയ പ്രാധാന്യം നൽകപ്പെടും. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ വളരെ പ്രശസ്തനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു കവിയാണ് കഅബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പേര് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഇബ്നു സുബൈർ, സുബൈർ എന്നവരുടെ മകനായിട്ടുള്ള കഅബ് എന്നാണ്. കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത്രമാത്രം ദേഷ്യവും വിദ്വേഷവും ഒക്കെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ആക്ഷേപ കാവ്യങ്ങൾ രചിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. പിന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവായ സുബൈർ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ട ആളാണ്. അതായത് പ്രവാചകന്റെ ജനനത്തിന്റെ ഒരു 5 വർഷം മുമ്പ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നുണ്ട്. അന്നൊരു അത്ഭുതകരമായ ഒരു കാര്യം നടക്കുന്നുണ്ട്. ഒരു ദിവസം കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ മറ്റൊരു സഹോദരനാണ് ബുജൈർ റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരെയും ഈ സുബൈർ എന്ന വ്യക്തി വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മക്കളെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സ്വപ്നത്തില് ഞാൻ ആകാശത്തു നിന്നും ഒരു കയറി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കണ്ടു. ആ ആകാശത്തു നിന്നുള്ള കയറിലേക്ക് പിടിക്കാൻ വേണ്ടി ഞാൻ വല്ലാതെ ശ്രമിച്ചു. ഞാൻ അതിനുവേണ്ടി എത്തി നോക്കി, അതിനുവേണ്ടി ചാടി നോക്കി, പക്ഷെ എനിക്കത് കിട്ടുന്നില്ല. അത് എന്റെ കയ്യിൽ നിന്ന് വളരെ വിദൂരത്തേക്ക് ഇങ്ങനെ മാറി മാറി പോകുന്നതായിട്ട് കണ്ടു. ഞാൻ പെട്ടെന്ന് എന്റെ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ഈ ലോകത്ത് അവസാന കാലത്ത് ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹം ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ മരണപ്പെടുമെന്നാണ്, എനിക്ക് അദ്ദേഹത്തെ കാണാനുള്ള സൗഭാഗ്യം കിട്ടില്ല എന്നാണ് ഈ സ്വപ്നം വ്യക്തമാക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മക്കളെ അവർ ഉപദേശിക്കുന്നുണ്ട്, നിങ്ങളെങ്ങാനും ആ ഒരു പ്രവാചകനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിൽ വിശ്വസിക്കണേ, നിങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കണേ എന്ന് പറയുന്നുണ്ട്.
പക്ഷെ ഉജൈർ റളിയല്ലാഹുവിനും കഅബ റളിയല്ലാഹുവിനും ഒക്കെ ഈ ചരിത്രം അവർ മറന്നു പോകുന്നുണ്ട്. അങ്ങനെ മക്ക വിജയത്തിന്റെ സമയത്ത് പോലും ഉജൈർ റളിയല്ലാഹുവിനും കഅബ റളിയല്ലാഹുവിനും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. അന്ന് ഏകദേശം ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു സമയമായിരുന്നു. പക്ഷെ ആ കാലത്ത് പോലും നബിയോടുള്ള വിദ്വേഷവും ദേഷ്യവും കാരണം, അല്ലെങ്കിൽ നബിയോടുള്ള പക കാരണം അവർ മക്ക വിജയവേളയിൽ മക്ക വിട്ട്, അതായത് എല്ലാ മുസ്ലിമീങ്ങൾ മക്കയിലേക്ക് കയറി വന്ന്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ തിരിച്ച് മക്കയുടെ ആധിപത്യം സ്ഥാപിച്ച സമയത്ത് മക്കയിൽ നിന്നും അവർ നാട് വിട്ടുപോവുകയാണ്. നാട് വിട്ടു പോകുന്ന സമയത്ത് അവരുടെ കൂടെ കൂട്ടിയിരുന്നത് അവരുടെ കൈവശമുണ്ടായിരുന്ന ആടുകളെയായിരുന്നു. അങ്ങനെ ആടുകളുമായിട്ട് അവർ യാത്ര തിരിച്ചു. മദീനയുടെ ഒരു 20 മൈൽ അപ്പുറമുള്ള ഒരു ജലാശയത്തിന്റെ അരികിലാണ് അവരെത്തി അവർ തമ്പടിക്കുന്നത്. പിന്നീട് അവർ അവിടെ ജീവിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ ഉജൈർ റളിയല്ലാഹു അൻഹുവിന് അന്ന് ഒരു വല്ലാത്തൊരു ആഗ്രഹം, എന്താണ് ഈ പ്രവാചകൻ ഈ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ആ പ്രവാചകനെ ഒന്ന് പരിചയപ്പെടണമല്ലോ. ആളുകൾ എന്തുകൊണ്ടാണ് പ്രവാചകനിൽ ഇങ്ങനെ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഉജൈർ റളിയല്ലാഹു അൻഹു കഅബ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, കഅബേ, ഞാനൊന്ന് പ്രവാചകനെ പോയിട്ട് കണ്ടു നോക്കട്ടെ. നീ എന്റെ ആടുകളെ നീ ഒന്ന് കുറച്ച് ദിവസം നോക്കി, ഞാനൊന്ന് പ്രവാചകനെ കുറിച്ച് പഠിക്കട്ടെ. ഞാൻ ആ പ്രവാചകന്റെ സന്നിധിയിൽ ഒന്ന് പോയിട്ട് എന്താണ് ആ പ്രവാചകൻ ജനങ്ങളോട് പറയുന്നതെന്നും എന്തുകൊണ്ടാണ് ജനങ്ങളൊക്കെ ഇത്രമാത്രം അദ്ദേഹത്തിൽ പുൽകാൻ വെമ്പൽ കൊള്ളുന്നതെന്നൊക്കെ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് ഉജൈർ റളിയല്ലാഹുവിന് പ്രവാചകനെ പഠിക്കാൻ വേണ്ടിയിട്ട്, പ്രവാചകൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ചു പോയി. അങ്ങനെ ഉജൈർ റളിയല്ലാഹുവിന് പ്രവാചകനെ കണ്ടതോടുകൂടെ അദ്ദേഹത്തിന്റെ എല്ലാ ചിന്തകളിലും മാറ്റം വരികയാണ്. അദ്ദേഹം ഇത്ര കാലത്തോളം മനസ്സിൽ കൊണ്ടു നടന്ന ഒരു പ്രവാചകനോ, അല്ലെങ്കിൽ ഇത്രമാത്രത്തോളം വെറുപ്പോട് കൂടെ കണ്ടിരുന്ന ഒരു പ്രവാചകനോ, ഒരു വ്യക്തിയോ ആയിരുന്നില്ല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഓരോ വാക്കും നോക്കും അദ്ദേഹത്തിന് അത്രമാത്രം അട്രാക്ട് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം നബി തങ്ങളെ കണ്ടത് മുതൽ ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. ഇതറിഞ്ഞ ഉജൈർ റളിയല്ലാഹു ഇസ്ലാം മതം സ്വീകരിച്ചു എന്നറിഞ്ഞ കഅബ റളിയല്ലാഹു ആ സമയത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം ആ സമയത്ത് ഒരു കവിത ചൊല്ലുന്നുണ്ട്. ആ കവിത തീർത്തും കഅബ റളിയല്ലാഹു അൻഹു ഉജൈർ റളിയല്ലാഹുവിനെയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയൊക്കെ ആക്ഷേപിച്ചിട്ടുള്ള കവിതയായിരുന്നു രചിച്ചത്. അദ്ദേഹം പാടി വെക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന വാർത്ത കിട്ടിയ ഉടനെ അദ്ദേഹം ആ സ്പോട്ടിൽ പാടി വെക്കുന്നുണ്ട്. അലാ അബ്ലിഗ അന്നി ഉജൈറൻ റിസാലതൻ ഫഹല്ലക ഫീമാ ഖുൽത ബിൽ ഖൈഫി ഹല്ലക ശരിബ്ത മഅൽ മഅ്മൂനി കഅസൻ റബിയതൻ ഫഅൻഹലകൽ മഅ്മൂനു മിൻഹാ വഅല്ലക തുടങ്ങി അദ്ദേഹം ഇങ്ങനെ പാടി വെക്കുന്നതിന്റെ ആശയം ഇങ്ങനെയാണ്. ഉജൈർ ഇസ്ലാം മതം സ്വീകരിച്ച വാർത്ത എനിക്ക് വന്നിട്ടുണ്ട്. അവനെ മഅ്മൂൻ തേൻ കുടിപ്പിച്ച് മയക്കിയിരിക്കുകയാണ്. ഇവിടെ മഅ്മൂൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകനെയാണ്. പ്രവാചകനെതിരെ ആക്ഷേപകരമായ ഒരു പ്രസ്താവന ഇറക്കിയിട്ടാണ് അദ്ദേഹം ഈ കവിത തുടങ്ങുന്നത്. ഈ കവിത ആ നാട്ടിൽ പാട്ടായതോടുകൂടെ സ്വഹാബികളായ ആളുകൾക്കൊക്കെ ഇദ്ദേഹത്തോടുള്ള വെറുപ്പ് കൂടുകയാണ്. കഅബനെ എവിടെ കണ്ടാലും ഞങ്ങൾ കൊല്ലുമെന്ന ഒരു ധീരമായ നിലപാടോടുകൂടെ പല സ്വഹാബികളും പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. അങ്ങനെ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിന് എന്താണ് ഇസ്ലാം എന്നും പ്രവാചകനെന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും അറിയുന്നതിനനുസരിച്ച് എന്താണ് ഇസ്ലാം എന്നും, അല്ലെങ്കിൽ പ്രവാചകനെ പോയി കാണണമെന്നും, അതിനെക്കുറിച്ച് ഒന്നും കൂടി പ്രവാചകനെ അടുത്തറിയണം എന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹം രചിച്ചു വെച്ച ഈ ആക്ഷേപ കാവ്യങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമാണ്. ഈ കഅബിനെ എവിടെ കണ്ടാലും കൊല്ലുമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു പറ്റം ആളുകളും ഉണ്ട്. ആ ഒരു സമയത്ത് എങ്ങനെ പ്രവാചകന്റെ അടുക്കിലേക്ക് എത്തുമെന്നോ, അല്ലെങ്കിൽ പ്രവാചകനോട് എങ്ങനെ സംസാരിക്കുമെന്നൊന്നും കഅബിന് അറിയില്ല. അങ്ങനെ കഅബ് എന്തായാലും ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയോട് പ്രവാചകൻ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് പ്രവാചകനെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ വ്യക്തി ഈ കഅബിനെ മുമ്പ് പരിചയമൊന്നുമില്ല, പക്ഷെ കഅബിനെ കൊണ്ടുപോയിട്ട് പ്രവാചകന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ ഒരുപാട് സ്വഹാബികൾക്കിടയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഅബ് നബി തങ്ങളുടെ അരികിലേക്ക് പോയി നബി തങ്ങളോട് സലാം പറഞ്ഞ് നബി തങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നബിയെ, നിങ്ങൾ കഅബ് ബിൻ സുബൈർ എന്ന വ്യക്തിക്ക് മാപ്പ് കൊടുക്കുമോ നബിയെ? അദ്ദേഹം നിങ്ങളെ കുറിച്ച് ഒരുപാട് ആക്ഷേപ കാവ്യങ്ങളൊക്കെ രചിച്ചിട്ടുള്ള വ്യക്തിയല്ലേ നബിയെ? അദ്ദേഹത്തിന് നിങ്ങൾ മാപ്പ് കൊടുക്കുമോ? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ മാപ്പ് കൊടുക്കാൻ തയ്യാറാണെന്ന്. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നബിയെ, ആ കഅബ് ബിൻ സുബൈർ ഞാനാണ്, എനിക്കങ്ങ് മാപ്പ് തന്നാലും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാൻ വരികയാണ്. പക്ഷെ അടുത്തിരുന്ന സ്വഹാബികൾക്കൊക്കെ ദേഷ്യം വരികയാണ്. കാരണം അത്രമാത്രം നബിയെ ആക്ഷേപഹാസ്യങ്ങളിലൂടെയും ആ പരിഹാസ രൂപേണയൊക്കെ കവിത രചിച്ച വ്യക്തിയാണ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അൻസാറുകളായ പല സ്വഹാബികളും അവരുടെ നീരസം പ്രവാചകന്റെ മുന്നിൽ നിന്ന് പോലും അവർ പ്രകടിപ്പിക്കുകയുണ്ടായി. കാരണം അത്രത്തോളം അവർക്ക് കഅബിനോട് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അത് രമ്യമായി പരിഹരിക്കുകയാണ്. പിന്നീടാണ് ബാനത്ത് സുആദ എന്ന പേരിൽ ലോക പ്രശസ്തമായ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പ്രശംസിച്ച, നിബിതങ്ങൾ നേരിട്ട് അംഗീകരിച്ച, നിബിതങ്ങൾ പുതപ്പ് കൊടുത്ത് കഅബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിച്ച വലിയ ഒരു കവിതയ്ക്ക് പിറവിയെടുക്കുന്നത് ബാനത്ത് സുആദ. ഈ ലോകത്തെ ഏറ്റവും നല്ല കവിത അതാണ് എന്ന് ഇബ്നു സുയൂത്തി റഹിമഹുല്ലാഹ് അടക്കമുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം അത് പ്രവാചകൻ നേരിട്ട് പ്രശംസിച്ചതാണ്, പ്രവാചകൻ നേരിട്ട് പുതപ്പണിയിച്ച് അദ്ദേഹത്തെ അനുമോദിച്ചതാണ്. അത്രമാത്രം അതിന് പവിത്രതയുണ്ടെന്ന് ഈ കവിതയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ബാനത്ത് സുആദ 57ഓളം വരികളാണുള്ളതായി നമുക്ക് കാണാൻ കഴിയും. അതിലെ ആദ്യത്തെ 33 വരി ഏകദേശം സുആദ എന്ന സ്ത്രീയിലൂടെ പ്രവാചകന്റെ സൗന്ദര്യത്തെ അദ്ദേഹം ഇങ്ങനെ പ്രകീർത്തിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പ്രവാചകൻ ഒരു 34 മുതൽ 50 വരെയുള്ള വരികളിൽ പ്രവാചകന്റെ മധുഹുകളാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അതിന്റെ ഇടയിൽ ഒരു ഇന്ത്യക്കാരനായ നമ്മളെപ്പോലും വലിയ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വരി അതിൽ പറയുന്നുണ്ട്. ഇന്ന റസൂല ലനൂറുൻ യുസ്തളാഹു ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്ന് അദ്ദേഹം പാടി വെക്കുന്നുണ്ട്. അതിലൂടെ അദ്ദേഹം പറയുന്നത് അള്ളാഹുവിന്റെ വാളുകളിൽ ഏറ്റവും പ്രകാശം പരത്തുന്ന ഒരു ഇന്ത്യൻ വാളാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. മുഹന്നദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വാൾ എന്നാണ്. അന്ന് ലോക പ്രശസ്തമായിട്ടുള്ള വാളുകളുടെ കൂട്ടത്തിൽ ഇന്ത്യൻ വാളിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നും ഇത് ആ കാലത്തും പ്രവാചകന്റെ അരികിൽ പോലും ഇന്ത്യയെ കുറിച്ച് സംസാരിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ഇന്ത്യക്കാരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷത്തിന്റെ വക കൂടി ഈ വരികളിൽ നിന്ന് നമുക്ക് കണ്ടെത്താനാവുന്നുണ്ട്. അദ്ദേഹം പ്രവാചകനെ ഇങ്ങനെ അപദാനങ്ങൾ പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൈവശമുള്ള ഒരു പുതപ്പെടുത്തിട്ട് അദ്ദേഹത്തെ പുതപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ പുതപ്പിച്ച് അദ്ദേഹത്തിന് അനുമോദിക്കുന്നുണ്ട്. ഈ നബി തങ്ങളുടെ മദ്ഹ് കഴിഞ്ഞിട്ട് പിന്നീട് 50 മുതൽ 57 വരെ അദ്ദേഹം മുഹാജിറുകളുടെ അപദാനങ്ങളാണ് പാടുന്നത്. പക്ഷെ അൻസാറുകളെ കുറിച്ച് അദ്ദേഹം പാടിയതേയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇങ്ങോട്ട് നബിതങ്ങളെ കാണാൻ വന്ന് ഇസ്ലാം മതം സ്വീകരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഉറിഞ്ഞു തുള്ളി അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞ അൻസാറുകൾക്ക് വേണ്ടി അദ്ദേഹം ഒരു മതവും പാടിയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ വല്ലാതെ നോവായി മാറി. അങ്ങനെ നബിതങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, കഅബേ, നീ അൻസാറുകളെ കുറിച്ച് കൂടി നീ പാട്ട് പാടണം, നീ അവരെ കുറിച്ച് കൂടി കവിത ആലപിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹം അൻസാറുകളെ കുറിച്ച് കവിത ആലപിക്കുന്നുണ്ട്. 13ഓളം വരികൾ റായിൽ അവസാനിക്കുന്ന കവിതകളാണ് അദ്ദേഹം പാടി വെക്കുന്നത്. കഅബ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സമ്മാനിച്ച ഈ പുതപ്പിനു വേണ്ടി പലരും മോഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് മുആവിയ റളിയല്ലാഹു അൻഹു 10,000 ദിർഹം കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, അല്ലയോ കഅബേ, എനിക്ക് ആ പുതപ്പൊന്ന് തരുമോന്ന്. പക്ഷെ അദ്ദേഹം കൊടുക്കാൻ തുനിഞ്ഞിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം, അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു വഫാത്തായതിനു ശേഷം, അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളിൽ നിന്നും മുആവിയ റളിയല്ലാഹു അൻഹു 20,000 ദിർഹം കൊടുത്തിട്ട് നിബിതങ്ങൾ കൊടുത്ത ഈ പുതപ്പ് വാങ്ങുന്നുണ്ട്. അങ്ങനെ ഈ പുതപ്പ് പുതച്ചായിരുന്നു പിന്നീടുള്ള ബലിപെരുന്നാളിലൊക്കെ പിന്നീട് വന്ന ഖലീഫുമാർ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാറുണ്ടായിരുന്നത്. പിന്നീട് അതൊരു യുദ്ധത്തിന്റെ സമയത്ത് അത് നഷ്ടപ്പെടുന്ന ചരിത്രമൊക്കെ നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ വിഖ്യാതമായ ബാനത്ത് സുആദ എന്ന കാവ്യത്തിന് ശേഷം നമുക്ക് ലോകപ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു കാവ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് മറ്റൊന്നുമല്ല, അത് ഖസീദത്തുൽ ബുർദയാണ്. ഇമാം ബൂസീരി റഹിമഹുല്ല രചിച്ചിട്ടുള്ള ഖസീദത്തുൽ ബുർദ. ഇമാം ബൂസീരി റഹിമഹുല്ല ഈജിപ്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹം അറബി ഭാഷയിലും സാഹിത്യത്തിലൊക്കെ വലിയ അവഗാഹം നേടുന്നതിന് ശേഷം അദ്ദേഹം ആദ്യം ജോലി ചെയ്യുന്നത് ഒരു ഇൻകം ടാക്സ് ഓഫീസർ ആയിട്ടാണ്. അങ്ങനെ അവിടെ അദ്ദേഹം അതിന്റെ ഒരു മേധാവിയായി ജോലി ചെയ്യുന്ന സമയത്ത് കീഴുദ്യോഗസ്ഥരായ ആളുകൾ ഇങ്ങനെ അനീതി ചെയ്യുന്നതും അഴിമതി ചെയ്യുന്നതും ഒക്കെ കണ്ടു സഹിക്കാനാവാതെ അദ്ദേഹം ആ ജോലിയിൽ നിന്നും രാജിവെക്കുന്നുണ്ട്. അങ്ങനെ ജോലിയിൽ നിന്ന് രാജിവെച്ചിട്ട് അദ്ദേഹം അബുൽ അബ്ബാസ് ഇസ്കന്ദരി എന്ന് പറയുന്ന മഹാന്റെ അരികിലേക്ക് പോയി സൂഫി വര്യനായ ആ മനുഷ്യന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹം അതുമുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. പിൽക്കാലത്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ തളർവാദം പിടിപ്പെടുന്നുണ്ട്. അങ്ങനെ തളർവാദം പിടിപെട്ട് അദ്ദേഹത്തിന്റെ ഒരു ഭാഗം അദ്ദേഹത്തിന് ചലിക്കാനാകാതെ കിടക്കുന്ന സമയത്ത് അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒരു കാവ്യം രചിക്കാൻ പോവുകയാണ്. അത് തവസ്സുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹു തആല എന്റെ ഈ രോഗം ശിഫ തരും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ അദ്ദേഹം പ്രവാചകന്റെ ഒരു മദ്ഹ് രചിക്കുന്നുണ്ട്. അദ്ദേഹം മദ്ഹ് രചിച്ചു, അത് തവസ്സുലാക്കി കിടന്നു. അദ്ദേഹം കിടന്നുറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ അരികിലേക്ക് പ്രവാചകൻ കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്ത് ഇങ്ങനെ തടവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രോഗം ശിഫയാകുന്നുണ്ട്. അദ്ദേഹം പെട്ടെന്ന് നെട്ടിയുണർന്നു. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നതിന്റെ ഇടയിൽ ഒരു സാധാരണക്കാരായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വരികയാണ്. അദ്ദേഹം വന്നുകൊണ്ട് അത് ഇമാമിനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ബുസരി ഇമാമെ, ഞാൻ ഇന്നലെ നിങ്ങൾ പ്രവാചകന്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ചൊല്ലിയിട്ടുള്ള ആ ബൈത്തിന്റെ ഒരു കോപ്പി എനിക്ക് തരുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ബുസരിമാൻ ചോദിക്കുന്നു, ബുസരിമാൻ വല്ലാത്തൊരു ആശങ്കയായി. കാരണം ഞാൻ ഈ വിഷയം മറ്റൊരാളോട് പറഞ്ഞു
പറഞ്ഞിട്ടില്ല, എന്റെ സ്വപ്നം ഞാൻ മറ്റൊരാളോട് ഇതുവരെ സംസാരിച്ചിട്ട് പോലുമില്ല, എങ്ങനെയാണ് ഈ സാധാരണക്കാരൻ മനുഷ്യൻ എന്നോട് വന്ന് ചോദിക്കുന്നതെന്ന്. ആ സമയത്ത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ച ഈ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ച് പാടിയ ആ ബൈത്തിന്റെ ആദ്യത്തെ വരി ഇങ്ങനെ പാടി കൊടുക്കാൻ തുടങ്ങി. ആ സമയത്ത് ബൂസരി ഇമാമിന് മനസ്സിലായി ഇദ്ദേഹം സംസാരിക്കുന്നത് ഒറിജിനൽ ആയിട്ട് തന്നെയാണ്. അങ്ങനെ ആ സമയത്ത് ബൂസരി ഇമാം അദ്ദേഹം രചിച്ചിട്ടുള്ള ആ കാവ്യത്തിന്റെ ഒരു എഴുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക. ബൂസരി ഇമാമിന്റെ ഈ സ്വപ്നത്തിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടാകുന്നുണ്ട്. അതായത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അദ്ദേഹം രചിച്ചിട്ടുള്ള ആ കവിതയുടെ ആലാപനം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കെ ഫമബ്ലഗുൽ അൽബി അന്നഹു ബശറുൻ എന്ന ഒരു ഭാഗം എത്തിയപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ രണ്ടാമത്തെ വരി പാടാൻ കിട്ടുന്നില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൂസരി ഇമാമിനോട് ആവശ്യപ്പെടുന്നുണ്ട്, എന്തെയാണ് നിർത്തിയത്, അതിന്റെ ബാക്കി രണ്ടാമത്തെ വരി കൂടി നിങ്ങൾ പാടൂ എന്ന്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നബിയെ എനിക്ക് ആ വരി കിട്ടുന്നില്ല എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാടിക്കൊടുക്കുകയാണ് അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി എന്ന്. ആ വരി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് പൂർത്തിയാക്കി കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഒരു നന്ദി എന്നോണമാണ് ബുർദയുടെ ഓരോ ഖണ്ഡിക കഴിയുമ്പോഴും അദ്ദേഹം മൗലായ സ്വല്ലി വസല്ലിം ദാഇമൻ അബദ അലാ ഹബീബിക ഖൈറി ഖൽഖി കുല്ലിഹിമി എന്ന ഒരു ജവാബ് എഴുതി വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ ഈ ബുർദയുമായ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖസീദത്തുൽ ബുർദ പോലെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ലോകപ്രശസ്തമായ മറ്റൊരു കാവ്യമാണ് ഖസീദത്ത് അല്ലഫൽ അലിഫ്. അതിന്റെ ഓരോ വാക്കുകളും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വളരെ ആകർഷകമായ രീതിയിൽ നമുക്ക് ചൊല്ലി നോക്കാൻ കഴിയുന്ന ഒരു ബൈത്ത് കൂടിയാണ് അല്ലഫൽ അലിഫിൻ്റെത്. അല്ലഫൽ അലിഫു നിലാമ മദ്ഹി അലൽ ആലി ആൽ എന്നൊക്കെ പറഞ്ഞ്, അതായത് അറബി അക്ഷരമാലയുടെ അലിഫ് മുതൽ യാ വരെ അവസാനിക്കുന്ന ഓരോ ബൈത്തും അലിഫ്, അടുത്ത ബൈത്ത് ബാഹു, അടുത്ത ബൈത്ത് താ എന്ന് തുടങ്ങി അറബി അക്ഷരമാലയുടെ ഓർഡറിലാണ് ആ കവിത രചിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെയൊക്കെ അവസാനം വരുന്നത് ലാമാണ്. അങ്ങനെ ഈ ബൈത്തിന്റെ ഓരോ അക്ഷരങ്ങൾ വെച്ച് തുടങ്ങുന്ന ആ അക്ഷരമായിരിക്കും ആ ബൈത്ത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്നത്. അല്ലഫൽ അലിഫു നിലാമ മദ്ഹി അലൽ ആലി ആൽ എന്നൊക്കെ പറയുന്നത് അവിടെ ഓരോ അക്ഷരങ്ങളും അലിഫ് കൊണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടുതലായി അലിഫ് വീണ്ടും റിപ്പീറ്റ് ആയി വരുന്ന വളരെ അത്ഭുതകരമായ ഒരു രചനയുടെ ഭാഗം കൂടിയാണ് അല്ലഫൽ അലിഫ്. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രചിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഉമറുൽ ഖാഹിരി എന്ന് പറയുന്ന വലിയ പണ്ഡിതനാണ്. കായൽപട്ടണം ദേശത്തുകാരനായിട്ടുള്ള അദ്ദേഹം ഹജ്ജിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് മദീനയിൽ പോകുന്നുണ്ട്. ഹജ്ജിന് പോകുന്ന വേളയിൽ മദീന സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹം മദീനയിൽ അങ്ങ് ലയിച്ച് ഹബീബിൽ അങ്ങ് ലയിച്ചിട്ട് പിന്നെ അദ്ദേഹം തിരിച്ചു വരാൻ കഴിയാതെ അദ്ദേഹം അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവിടെ നിന്ന സമയത്ത് അദ്ദേഹം സയ്യിദ് മുഹ്സിൻ എന്ന് പറയുന്ന ഒരു മഹാന്റെ അടുക്കൽ അദ്ദേഹം പഠനം ആരംഭിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ കുറച്ചു കാലം പഠിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഉസ്താദ് തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഈ അവിടെയുള്ള ഒരു മദ്രസയിൽ നിങ്ങൾ ജോലി ചെയ്യണം, അവിടെയുള്ള ഒരു സ്ഥാപനത്തെ അവരുടെ ജോലി ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ ഒരുപാട് കാലം ദീർഘകാലം സേവനം ചെയ്യുന്നുണ്ട്. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുന്ന മദീനയുടെ മണ്ണിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് അദ്ദേഹം പ്രവാചകനെ കുറിച്ച് ആലോചിക്കാറുണ്ട്. അതിന്റെ ഇടയിലാണ് ഇത്രയും മനോഹരമായ അടുക്കും ചിട്ടയും വളരെ അത്ഭുതപ്പെടുത്തുന്ന ഏത് കവികളെയും അവരുടെ നിർമ്മിതികൾ കൊണ്ട് അത്ഭുതപ്പെടുത്തിയ അല്ലഫൽ അലിഫ് എന്ന് പറയുന്ന ഈ ഒരു കാവ്യം രചിക്കപ്പെടുന്നത്. ഈ സ്നേഹത്തിന്റെയും ഈ പ്രണയത്തിന്റെയും വരികളിൽ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നതിന്റെ ഇടയിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഹുബ്ബു ഹിബ്ബി ഹബ്ബത്തുൻ ഫീ ലുബ്ബി ഖൽബി അംബതത് ഹുബ്ബുഹാ മാ കുല്ലു ഹബ്ബിൻ മിൻഹു ലിൽ മാ ഹാലിഹാൽ. അതായത് നബിയെ, പ്രിയങ്കരനായ നബിയെ, അങ്ങയോടുള്ള സ്നേഹത്തിന്റെ ഓരോ കതിർമണിയും എന്റെ മനസ്സിൽ ഇങ്ങനെ അനുദിനം വളർന്നുകൊണ്ടേയിരിക്കുകയാണ് നബി. അങ്ങയോടുള്ള സ്നേഹം എന്റെ മനസ്സിൽ വല്ലാതെ ഇരട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് നബിയെ എന്ന് വളരെ മനോഹരമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന്റെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, നബിയെ, ലോകത്തുള്ള ഒരു മാധ്യമങ്ങൾക്കും ഏറ്റവും മികച്ച പ്രകീർത്തകർക്ക് പോലും അങ്ങയെ പ്രകീർത്തിച്ച് തീർക്കുവാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഏറ്റു പറയുന്നുണ്ട്. ബാലകൽ മുദ്ദഅു ഫീ ഔസാഫിഹി ഫമാ ബലഗ എന്ന് തുടങ്ങുന്ന വരിയിലൂടെ അദ്ദേഹത്തിന്റെ പ്രണയം നമുക്ക് ആ ഓരോ വരികളിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതിനപ്പുറം ആ കവിത ലോകത്തുണ്ടാക്കിയ കാവ്യ ഭംഗി നമുക്കതിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. കേരളത്തിലെ പല കവികളും പരിഷ്കർത്താക്കളൊക്കെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്.
പല കവിതകളും രചിക്കപ്പെട്ടിട്ടുണ്ട്. പ്രസിദ്ധനായ ശ്രീനാരായണ ഗുരു പോലും അദ്ദേഹത്തിന്റെ അനുകമ്പാ ദശകം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം 10 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിൽ 7ാമത്തെ ശ്ലോകമായിട്ട് അദ്ദേഹം എഴുതുന്നത് പുരുഷാകൃതി പൂണ്ട ദൈവമോ നര ദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കാരുണ്യവാൻ നബി രത്നമോ എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ചോദിക്കുന്നുണ്ട്. ഒരു ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വാക്കുകളൊന്നല്ല. കാരണം പുരുഷാകൃതി പൂണ്ട ദൈവമോ എന്നാണ് അദ്ദേഹം നബിതങ്ങളെ, അതായത് ഒരു ദൈവത്തിന് തുല്യമായി ഒരു മനുഷ്യരൂപത്തിൽ വന്ന ഒരു ദൈവമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൈന്ദവ വിശ്വാസ പ്രകാരം അദ്ദേഹത്തിന് ഒരു മനുഷ്യരിൽ കൊടുക്കാൻ കഴിയുന്ന മാക്സിമം ഒരു പ്രകീർത്തനമാണ് അദ്ദേഹത്തെ ദൈവമായി കാണുന്നത്. പക്ഷെ ഒരു ഇസ്ലാമിക വിശ്വാസ പ്രകാരം അത് തെറ്റാണെങ്കിൽ പോലും, അതായത് അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പ്രകാരം എത്രത്തോളം നിമിത്തങ്ങളെ വർണ്ണിക്കാൻ കഴിയുമോ അത്രമേൽ അദ്ദേഹം അതിനെ വർണ്ണിച്ചു വെച്ചു എന്ന് വേണം അതിനെ നമ്മൾ കാണാൻ. അങ്ങനെ പ്രവാചകനെ അത്രമേൽ ബഹുമാന്യതയോടുകൂടിയും ആദരവോടുകൂടിയും ശ്രീനാരായണ ഗുരു പോലെയുള്ള വലിയൊരു പരിഷ്കർത്താവ് കാണുകയാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ വള്ളത്തോളിനെ പോലെയുള്ള വലിയ കവികളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാടിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അള്ളാ എന്ന ഒരു കവിതയിലൂടെ പറയുന്നത് ചിരപ്രവിദ്ധമാം തമസ്സകറ്റുവാൻ ധരയിലേക്ക് ഈശൻ നിയോഗിച്ച സൂര്യൻ എന്നാണ്. അതായത് ഇരുട്ടുമൂടി കിടക്കുന്ന ഇരുണ്ട കാലത്ത് അതിനൊരു പ്രകാശം ചൊരിക്കാൻ ഈശ്വരൻ അയച്ചിട്ടുള്ള ഒരു സൂര്യനാണ് പ്രവാചകൻ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ജ്ഞാനപീഠ ജേതാവായിട്ടുള്ള ജി ശങ്കരക്കുറിപ്പ് അദ്ദേഹത്തിന്റെ ദിവ്യപുഷ്പം എന്ന ഒരു കവിതയുടെ പ്രവാചകനെ വർണ്ണിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ ആ കാലഘട്ടത്തിലുള്ള ഇസ്ലാമിന്റെ വളർച്ചയൊക്കെ തുറന്നു കാട്ടുന്ന ആ ഒരു കവിതയിലൂടെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം ഒരു വണ്ടുമായിട്ട് ഇങ്ങനെ സംവദിക്കുന്ന രീതിയിലാണ് അതിലൂടെ അദ്ദേഹം സംസാരിക്കുന്നത്. അല്ലയോ മനസ്സാകുന്ന വണ്ടേ, നീ ഉണർന്നു ചിറകു വിടർത്തി പറന്നുയരുക, വല്ലാത്തൊരു സുഗന്ധം അന്തരീക്ഷത്തിൽ അലയടിച്ചുയരുമെന്ന് അദ്ദേഹം ഇങ്ങനെ ആ ഒരു തുടക്കത്തെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കവിത തുടങ്ങുന്നുണ്ട്. പ്രശസ്തനായ പത്മന രാമചന്ദ്രൻ നായർ അദ്ദേഹം വലിയൊരു ഗദ്യ എഴുത്തുകാരനാണ്. പക്ഷെ അദ്ദേഹം രചിച്ച കനിവിന്റെ ഉറവ എന്ന ഒരു കവിതയുണ്ട്. ആ കവിത പ്രധാനമായിട്ടും അനാഥ സംരക്ഷണത്തെക്കുറിച്ചും പ്രവാചകന്റെ ഓരോ സംഭവവികാസങ്ങളൊക്കെ അതിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം ഒരു ചരിത്രം ഇങ്ങനെ അദ്ദേഹത്തിന്റെ കവിത ശകലങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പെരുന്നാളിന്റെ ആഘോഷങ്ങളുമായി പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു പിഞ്ചു ബാലനെ കാണുകയാണ്. ആ കുട്ടി അവൻ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടില്ല, അവന്റെ കൂട്ടുകാരോട് കൂടെ ഉല്ലസിക്കുന്നില്ല. അവനാകെ അവന്റെ മുഖം നോക്കിയപ്പോൾ തന്നെ ശോകമായ മുഖാവസ്ഥയിൽ അവനിങ്ങനെ കണ്ടുമുട്ടുകയാണ്. ആ സമയത്ത് പ്രവാചകൻ ആ കുട്ടിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനായാലും മാഴുകി വാഴൂ നീയൊരു കോണിൽ തോയരോടെത്തന്റെ നീ ഈ പെരുന്നാൾ ആഘോഷിക്കാത്തു എന്ന് അദ്ദേഹത്തോട് ആ കുട്ടിയോട് ചോദിക്കുകയാണ്, നീ എന്താ നിന്റെ കൂട്ടുകാരോട് കൂടെ ഈ പെരുന്നാൾ ആഘോഷിക്കാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തന്റെ പിതാവ് ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിരിക്കുകയാണെന്ന് ആ കുട്ടി കവിതയുടെ ശകലങ്ങളിലൂടെ അതിന് മറുപടി പറയുന്നുണ്ട്. നബിയെ എതിർത്തൊരു പോരിലൻ പിതാവയ്യോ മരിച്ചു, തുണയേറ്റു ഞാനിതാ വലയുന്നു എന്ന് ആ കുട്ടി അതിന് മറുപടി പറയുകയാണ്. പ്രവാചകൻ ബന്ധപ്പെട്ടുള്ള ഒരു യുദ്ധത്തിൽ ആ കുട്ടിയുടെ പിതാവ് മരണപ്പെടുകയും അദ്ദേഹം രക്തസാക്ഷിയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആരുമില്ലാത്തൊരു യതീമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതിനെ മറുപടി എന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയെ വാരിയെടുത്ത് നബി തങ്ങൾ തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് തന്റെ സഹധർമ്മിണിയായ ഭാര്യയുടെ കയ്യിൽ ഈ കുട്ടിയെ കൊടുത്തിട്ട് നബി തങ്ങൾ പറയുന്ന ആ ഒരു സംഭവം അദ്ദേഹത്തിന്റെ കവിതയിലൂടെ അദ്ദേഹം വളരെ അഗാധമായി നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പുത്രനൊന്നിതാ തരുന്നിന്നു ഞാൻ നിനക്കായി ടാമനം കുളിർത്തെന്നാൽ ഇരിക്കുന്നു പെരുന്നാൾ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് തന്റെ സഹധർമ്മിയുടെ കയ്യിലേക്ക് ഒരു കുട്ടിയെ ഏൽപ്പിച്ചിട്ട് അവരോട് പറയുകയാണ്, ഈ മനം കുളിർത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് പെരുന്നാളെന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന് ഈ പത്മന രാമചന്ദ്രൻ നായർ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകന്റെ വളരെ ബൃഹത്തായ ചരിത്രങ്ങൾ കവിത ശകലങ്ങളിലൂടെ എഴുതി വെച്ച വലിയ മഹത്തുക്കളുള്ള നാടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്റെ അവദാനങ്ങൾ വായിക്കാനും പഠിക്കാനും അവിടുത്തെ കവിതകളൊക്കെ പരിചയപ്പെടാനും നമ്മളൊക്കെ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.